चींटी और हाथी की छुपन छुपाई. നമുക്ക് ഒരു ഉറുമ്പിന്റെയും ആനയുടെയും ഒളിച്ചുകളി കണ്ടാലോ? चींटी और हाथी छुपन छुपाई खेल रहे हैं. चींटी और हाथी की छुपन छुपाई. ഉറുമ്പിന്റെയും ആനയുടെയും ഒളിച്ചുകളിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ചുപ്പൻ ചുപ്പായി എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്താ പഠിച്ചത് നമ്മള്? കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചു അല്ലേ? ചീണ്ടി ഓർ ഹാത്തി ചുപ്പൻ ചുപ്പായി ഗേൽ രഹേ ഹെ. ഉറുമ്പും ആനയും എന്താ ചെയ്യുന്നത്? ഒളിച്ചു കളിക്കുകയാണല്ലേ. നമുക്ക് ആ പിക്ചറിൽ നോക്കിയാൽ കാണാം അല്ലേ, ഒളിച്ചു നിൽക്കുന്നത്. ആരോ ഒളിച്ചു നിൽക്കുന്ന ആള്? ആന ഒളിച്ചു നിൽക്കുന്നുണ്ട് അല്ലേ. എവിടെ ഒളിച്ചു നിൽക്കുന്നത്? ഒരു മരത്തിന്റെ പിന്നിലായിട്ട് അല്ലേ. ചീണ്ടിക്കോ ഏക്ദം പതാ ചൽ ജാതാ ഹെ കി ഹാത്തി കഹാൻ ചുപ്പാ ഹെ. ഉറുമ്പിനെ പെട്ടെന്ന് മനസ്സിലാവുകയാണ് എവിടെയാ ഒളിച്ചിരിക്കുന്നതെന്നാണ്. പതാ ചൽന എന്താ? തിരിച്ചറിയാണല്ലേ, അറിവ് കിട്ടുകയാണ്. ഹാത്തി കഹാൻ ചുപ്പാ ഹെ. ആന എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്. ഹാത്തി ക ശരീർ ബഡാ ഹെന. എങ്ങനെയാ മനസ്സിലായത്? ഉറുമ്പിനെ എങ്ങനെയാ തിരിച്ചറിയാൻ കഴിഞ്ഞത്? ഹാത്തിയുടെ ശരീരം വലിയതാ. വളരെ വലുതാണല്ലേ. അപ്പൊ മരത്തിന്റെ അവിടെ ഒളിച്ചിരുന്നാലും ഉറുമ്പിനെ കാണാൻ പറ്റില്ല. പക്ഷെ ഉറുമ്പാണ് അവിടെ ഒളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരുന്നില്ല അല്ലേ ആനയ്ക്ക്. അതാണ് ആദ്യത്തെ പിക്ചറിൽ നമ്മൾ കണ്ടത് അല്ലേ. ഇനി അടുത്തതായിട്ട് പാരഗ്രാഫിൽ എന്താ കാണുന്നത്? ജബ് ചീണ്ടി ഏക് മന്ദിർ കെ ഭീതർ छिपती है तो हाथी भी उसे एकदम ढूंढ लेता है. പിന്നീട് എന്താണ്? ചീണ്ടി ഉറുമ്പ് ഒരു അമ്പലത്തിന്റെ ഉള്ളിലാണ് ഒളിച്ചിരിക്കുന്നത്. ഭീത്തർ എന്ന് വെച്ചാൽ എന്താ? ഉള്ളിൽ, ബാഹർ പുറത്ത് കേട്ടോ, ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. तो हाथी भी उसे एकदम ढूंढ लेता है. ആനയും പെട്ടെന്ന് ഇതുപോലെ കണ്ടുപിടിക്കുകയാണ്. ആരെന്നെയാണ്? ഉറുമ്പിനെ അല്ലേ. बताइए हाथी को कैसे पता चला कि चींटी मंदिर में छिपी है. നിങ്ങളോട് പറയാനായിട്ട് ആവശ്യപ്പെടുകയാണ് കുട്ടികളോട്. അതായത് ഹാത്തിക്കോ കേസ പത ചലയ്ക്ക്, ആനയ്ക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിഞ്ഞു? ചീണ്ടി മന്ദിർമി ചിപ്പിഹെ, ഉറുമ്പ് അമ്പലത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നെന്ന് ആന എങ്ങനെ തിരിച്ചറിഞ്ഞ് ചോദിക്കുകയാണ്. കണ്ടോ, ഉറുമ്പ് അമ്പലത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് അല്ലേ. ആന വന്ന് നോക്കുന്നു കാണുന്നു. അതെങ്ങനെ തിരിച്ചറിഞ്ഞു ചോദിക്കുകയാണ്. അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ടാണ് ഇതിൽ പറയുന്നത് അല്ലേ. ഇത് കുട്ടികൾക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ടുള്ളതാണല്ലേ.